ിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫ്രാങ്ക്ലിൻ്റെ ബാക്കി എപ്പിസോഡായിട്ടാണ് കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയും വെളിയിലോട്ടൊന്നും ഇറക്കിയിട്ടില്ല കേസ്. ബെന്നി വെളിയിലോട്ട് ഇറക്കാനുള്ള പെർമിഷനൊന്നും നമുക്ക് തന്നിട്ടില്ല. വണ്ടി വെളിയിലോട്ട് ഇറക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ഇതും കൊണ്ടൊരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും കേസ്. നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെൻസിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയില്ല. ബെന്നി നമുക്ക് കൊണ്ട് തന്നിട്ട് പോയ വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ബെന്നി ഒരു പോർഷയൊക്കെ ആയിരുന്നു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതെടുത്തുകൊണ്ട് പോയിട്ട് ഈ ഒരു ബെൻസിൻ്റെ വണ്ടിയൊക്കെയാണ് കേസ് കൊണ്ട് തന്നത്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഡി മദ്രാസ് നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ്. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. മാഡി മദ്രാസ് ഒരു ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷൻ്റെ അവിടേക്ക് ചെന്ന് നിന്നാൽ മതി, പുള്ളിക്കാരെ അങ്ങോട്ടേക്ക് വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ ഫ്രാങ്ക്ലിനും മാഡി മദ്രാസുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തോ ഒരു കാര്യമുണ്ട് കേസ്, അല്ലാതെ മാഡി മദ്രാസ് പെട്ടെന്ന് ഇങ്ങനെ കാണണമെന്നൊന്നും പറയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മാഡി മദ്രാസ് തന്നിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ സാധാരണ മാഡി മദ്രാസ് ഒരു മാൻഷനിലേക്കാണ് നമ്മൾ പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം മാഡി മദ്രാസ് ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി, അവിടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോകാം. ഈ ഒരു ബെൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേസ്. അത്യാവശ്യം നല്ലൊരു സ്പീഡൊക്കെ തന്നെ കയറുന്നുണ്ട് ഈ ഒരു വണ്ടി. അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു ബെൻസ്. ഓക്കെ, എന്തായാലും നമ്മൾ മാഡി മദ്രാസ് തന്നിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വണ്ടി എന്തായാലും നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് കയറ്റാം കേസ്. ഓക്കെ, ഇവിടെ ഒരാളെയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേസ്. ഇവിടെ ഒരു വണ്ടികൾ പോലും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ ഇറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ മാഡി മദ്രാസ് വരുന്നവരെ നമുക്ക് എന്തായാലും ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് എന്തിനാണ് മാഡി മദ്രാസ് നമ്മളെ കാണണമെന്ന് പറഞ്ഞതെന്ന് അറിയത്തില്ല കേസ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കുറച്ച് സമയത്തിനുള്ളിൽ പുള്ളിക്കാരൻ വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എന്തിനാണ് വിളിപ്പിച്ചതെന്ന്. ഫ്രാങ്ക്ലി, ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊന്നുമല്ല. എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഒരു ട്രക്ക് പോലീസ് സ്റ്റേഷനിൽ അവന്മാർ പിടിച്ചിട്ടിരിക്കുകയാണ് ഫ്രാങ്ക്ലിൻ. അപ്പോൾ അതെന്തായാലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുത്ത് തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ മാഡി മദ്രാസിയുടെ ഏതൊരു ട്രക്ക് പോലീസ് സ്റ്റേഷനിൽ അവന്മാർ പിടിച്ചിട്ടിരിക്കുകയാണെന്നാണ് മാഡി മദ്രാസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ട്രക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് കൊടുക്കണമെന്നൊക്കെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗീസ്. അപ്പോൾ മാഡി മദ്രാസ് എന്തായാലും പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ആ ട്രക്ക് അവിടെ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഡയറക്റ്റ് കയറി നമുക്ക് ആ ഒരു ട്രക്ക് എടുത്തിട്ട് വരാനൊന്നും പറ്റില്ല കേസ്. കാരണം അതിൻ്റെ ചാവിയും കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ ചാവിയൊക്കെ പോലീസുകാരുടെ കയ്യിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു പ്ലാനൊക്കെ വേണം ആ ഒരു വണ്ടി അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ബെൻസ് സേഫായിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടാൻ കേസ്. കാരണം നമ്മൾ ട്രക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി അവന്മാർ പിടിച്ച് അതിനകത്ത് ഇട്ട് കളയും. അപ്പോൾ എന്തായാലും അവന്മാർ കാണാത്ത ഒരു രീതിയിലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബേക്കിൽ കൊണ്ടുവന്ന് ഒതുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് എടുക്കാം കേസ് ഈ ഒരു വണ്ടിയൊക്കെ. ഓക്കെ, എന്തായാലും നമുക്കൊരു പ്ലാൻ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ആ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു വലിയൊരു ട്രക്കൊക്കെ ആണെന്നാണ് മാഡി മദ്രാസ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ട്രക്കൊക്കെ അവിടെ ഉണ്ടോ, പോലീസുകാരൊക്കെ ഉണ്ടോ, എന്താണെന്നൊക്കെ കാര്യമൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് പോലീസുകാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ട്രക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, വെളിയിൽ 2 പോലീസ് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ 2 പോലീസ് വണ്ടികളേ ഉള്ളൂ കേസ്. അപ്പോൾ കുറച്ച് പോലീസുകാരെ ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. വേറെ പോലീസ് വണ്ടികളൊന്നും കാണുന്നില്ല. ഒരു പോലീസുകാരൊന്നും നടന്നൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു ട്രക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പ്ലാൻ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തായാലും വർക്കൗട്ട് ആവും, നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാൻ വേറെ ഒന്നുമില്ല. ഈ ഒരു വണ്ടി നമുക്ക് ഈ ഒരു ട്രക്ക് ശരിയാക്കാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് സംസാരിച്ച് നോക്കാം. നമ്മൾ പറയുന്നത് കള്ളമാണെന്ന് അവന്മാർക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല ഗീസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് പോലീസുകാരുള്ള സ്ഥിതിക്ക് ആരാണ് മെക്കാനിക്കിനെ വിളിച്ചതെന്നുള്ള കാര്യം അവന്മാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനൊക്കെ ആയിട്ട് ചിലപ്പോൾ താക്കോൽ നമുക്ക് കയ്യിൽ തരും. അപ്പോൾ എന്തായാലും ആ ഒരു വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇപ്പോൾ നിലവിൽ. നമുക്ക് ആ ഒരു കള്ളം പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവന്മാരുടെ അടുത്തൊന്ന് ചോദിച്ച് നോക്കാം കേസ് ചാവി കിട്ടുമെന്ന്. ആ ഒരു വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവന്മാരുടെ എന്നിട്ട് ചാവി ചോദിച്ചു നോക്കാം. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സാറേ, ഈ ഒരു വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റെഡിയാക്കാൻ വേണ്ടി മെക്കാനിക് ഷോപ്പിൽ നിന്ന് വന്നതാണ്. താക്കോൽ വന്നിരുന്നെങ്കിൽ അതൊന്ന് നോക്കായിരുന്നു. വണ്ടിയുടെ ചാവിയൊന്നും എൻ്റെ അടുത്തില്ല. അതൊക്കെ സ്റ്റേഷനകത്ത് ചെന്നിട്ട് ഏതെങ്കിലും ഓഫീസറിൻ്റെ അടുത്ത് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, പെട്ടെന്ന് അകത്തോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് റെഡിയാക്കിയിടാൻ നോക്ക് വണ്ടി. ഈ പോലീസുകാരൻ മണ്ടനാണെന്നാണ് തോന്നുന്നത്. നമ്മളൊരു കള്ളം പറഞ്ഞപ്പോൾ ആ ഒരു കള്ളം ഈ ഒരു പോലീസുകാരൻ വിശ്വസിച്ചിട്ടുണ്ട്. ചാവി വാങ്ങിച്ചുകൊണ്ടൊന്ന് വണ്ടി റെഡിയാക്കിയിടാനാണ് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ചാവി കിട്ടുമെന്ന് അറിയില്ല. അത് വെളിയിൽ ഒരു ഓഫീസർ നിൽക്കുന്നുണ്ട്. നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നിട്ട് ചാവി ചോദിച്ചു നോക്കാം. ഹായ് സാർ, നമ്മൾ വെളിയിൽ കിടക്കുന്ന ഒരു ട്രക്ക് റെഡിയാക്കാൻ വേണ്ടി മെക്കാനിക് ഷോപ്പിൽ നിന്ന് വന്നതാണ്. സ്റ്റാർട്ടാകുന്നില്ലെന്ന് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ചാവി എന്നിരുന്നെങ്കിൽ നമുക്ക് അതൊന്ന് റെഡിയാക്കി നോക്കായിരുന്നു. ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, സ്റ്റാർട്ടൊക്കെ ആവുമല്ലോ. ചിലപ്പോൾ അകത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞോന്ന് അറിയില്ല. എന്തായാലും ചാവി അവിടെ നിന്ന് മേടിച്ചോ, എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും ചാവി അകത്തുനിന്ന് മേടിച്ചിട്ട് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കിയൊക്കെ തന്നെ കിട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും അകത്ത് ചെന്നിട്ട് ആ ഒരു ഓഫീസറിൻ്റെ കൗണ്ടറിൽ നിൽക്കുന്ന ഓഫീസറിൻ്റെ നിന്ന് ചാവി മേടിച്ചോ കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫീസറിന് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്നാണ് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അകത്തുനിന്ന് എന്തായാലും ചാവി മേടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഈ ഒരു ഓഫീസറിൻ്റെ നിന്ന് ചാവി മേടിക്കാം.
ഹൈ സാർ, അപ്പോൾ വെളിയിൽ കിടക്കുന്ന ട്രക്ക് റെഡിയാക്കാൻ വേണ്ടി വന്നതാണ്. വിളിക്കുന്ന ഓഫീസർ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ചാവി മേടിച്ചോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ താക്കോൽ എന്തിരുന്നെങ്കിൽ അത് നമുക്കൊന്ന് നോക്കാമായിരുന്നു, എന്തെങ്കിലും കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ, ഞാനാണല്ലോ അത് ഇങ്ങോട്ടേക്ക് ഓടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വെളിയിൽ നിന്ന് ഓഫീസർ പറഞ്ഞതല്ലേ, അപ്പോൾ ചാവി തരാം. അപ്പോൾ പെട്ടെന്ന് നിന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കി ഇട്ടോണം കേട്ടോ. എന്നിട്ട് ചാവി ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അത് വെളിയിൽ നമ്മുടെ ഓഫീസറൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ചാവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് നോക്കുന്നുള്ള രീതിയിൽ വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്ക് അങ്ങ് പോകാം കേസ്. അപ്പോൾ വെളിയിൽ വേറെ ഓഫീസർമാരൊന്നും ഇല്ല, രണ്ടുമാർ ഇവിടെ നിൽപ്പുണ്ട്. ഒരുത്തൻ കോഫി കുടിച്ചുകൊണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡ് നിൽപ്പുണ്ട്, ഒരുത്തൻ നമ്മുടെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ എളുപ്പമാണ്. ഓക്കെ, വണ്ടിയുടെ ചാവിയൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പ്ലാനൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി റെഡിയാക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് റൈസൊക്കെ ചെയ്ത് നോക്കാം കേസ്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. ആ ഒരു പോലീസുകാരൻ ഫോണിൽ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മുടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. സാറേ, അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നോ, നമ്മളെന്താ വണ്ടി കൊണ്ട് പോകണേ. അപ്പോൾ വണ്ടി എന്തായാലും നമ്മൾ സക്സസ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവന്മാർ ഇപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ചേസ് ചെയ്യാനായിട്ട് വരും കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവണം. എന്തായാലും നമ്മൾ പിറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയതൊക്കെ പോലീസുകാർ കണ്ടിട്ടുണ്ട് കേസ്. ഇതെന്തോ ക്യാരവാൻ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ മുകളിൽ എന്തോ സോളാറിൻ്റെ സെറ്റപ്പൊക്കെ തന്നെ വച്ചിട്ടുണ്ട്. സോളാർ പാനലാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു വണ്ടിയുടെ മുകളിൽ ഒരു 4 എണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയായാലും നമുക്ക് എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഈ വണ്ടി പതുക്കെ പോകത്തുള്ളൂ കേസ്. നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഓവർ സ്പീഡിനൊന്നും ഈ ഒരു വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പാടാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഓഫ് റോഡ് കയറ്റാൻ പറ്റുമെന്നൊക്കെ തന്നെ നോക്കി നോക്കാം. ഓഫ് റോഡ് കയറ്റിയിട്ട് ഏതെങ്കിലും കാട്ടിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം കേസ്. അതേ പറ്റത്തുള്ളൂ, അല്ലാതെ ഈ വണ്ടി ഓടിച്ച് കൊണ്ടുപോയി രക്ഷപ്പെടാനൊന്നും പറ്റില്ല കേസ്. കാരണം ഈ വണ്ടി അത്യാവശ്യം കുറച്ച് സ്പീഡിനൊക്കെ പോകത്തുള്ളൂ. ഓവർ സ്പീഡിനൊന്നും ഈ വണ്ടി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇത് ക്യാരവാൻ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ 2 ടയറൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേസ് കാണാനൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് എന്താണ് ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. അതൊന്നും മാഡി മോട്ടോഴ്സ് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. വണ്ടി എടുത്തുകൊണ്ട് കൊടുക്കണമെന്ന് മാത്രമേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിക്കകത്ത് എന്താണ് സാധനമെന്നൊന്നും നമുക്കറിയില്ല. പോലീസുകാർ എന്തായാലും ഈ ഒരു ഓഫ് റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ തന്നെ കയറി നമ്മുടെ വട്ടം വയ്ക്കാനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഡ്രൈവിംഗ് ആണ് കേസ്. എത്രയോ തവണ പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈസി ആയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയും കൊണ്ട് രക്ഷപ്പെടാൻ ഇച്ചിരി പാടാണ്. കാരണം ഈ ഒരു വണ്ടി പതുക്കെ പോകത്തുള്ളൂ. ഈ ഒരു ഓഫ് റോഡ് തന്നെ പതുക്കെയൊക്കെയാണ് കേസ് കയറി പോകുന്നത്. ഹെലികോപ്റ്റർ ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല. ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി കാട്ടിനകത്തൊന്നും കൊണ്ടൊന്നും ഒളിപ്പിച്ചിടാനൊന്നും പറ്റില്ല. അവന്മാരെന്തായാലും കറക്റ്റ് ലൊക്കേഷനൊക്കെ തന്നെ ഈ ഒരു പോലീസുകാർക്ക്, ഈ കാറിൽ വരുന്ന പോലീസുകാർക്ക് ആ ഒരു ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കും. അവന്മാർ അങ്ങോട്ടേക്ക് കയറി വരും കേസ്. അപ്പോൾ ഹെലികോപ്റ്റർ വരുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു കാട്ടിനകത്ത് എങ്ങോട്ടെങ്കിലും ഈ ഒരു വണ്ടി കൊണ്ടുവന്ന് കയറ്റി ഒളിപ്പിച്ചിടണം. ഇപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടികളും പോലീസ് വണ്ടികളൊന്നും വരുന്നില്ല. ബാക്കിൽ നിന്ന് മാത്രമേ വണ്ടികൾ വരുന്നുള്ളൂ. അവന്മാർ ഇച്ചിരി ദൂരത്താണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ആ ഒരു തക്കം നോക്കി നമുക്ക് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കയറ്റിയിട്ടേ പറ്റത്തുള്ളൂ. ഇവിടെ കാടൊന്നും കാണുന്നില്ല കേസ്. ഇടതുസൈഡ് കുറേ വെള്ളം മാത്രമേ ഉള്ളൂ. ഈ വെള്ളത്തിനകത്തിറക്കി മുക്കി വെക്കേണ്ട അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത് ഈ ഒരു വണ്ടിയൊക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്കിത് ഇങ്ങോട്ടേക്ക് ഇറക്കാം കേസ്. ഈ ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് ഇറക്കാം. ഇവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം. ഇവിടെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റാം. ഓക്കെ, എന്തായാലും വണ്ടി നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇവന്മാർ പോയതിന് ശേഷം നമുക്ക് വണ്ടി വെളിയിലേക്ക് ഇറക്കാം കേസ്. ഇവന്മാർ കാണോ ഇല്ലേന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ സമയം വണ്ടി ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരൊക്കെ പോയിട്ടുണ്ട്, പോലീസുകാരൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഹെലികോപ്റ്ററൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ റോഡിലേക്ക് ഇറക്കാം കേസ്. മാഡി മദ്രാസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രക്ക് നേരെ എടുത്ത് മാഡി മദ്രാസിയുടെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും വണ്ടി നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. തൊട്ടടുത്തൊക്കെ തന്നെയാണ് മാഡി മദ്രാസിയുടെ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് നേരെ മുകളിലേക്ക് കയറ്റാൻ കേസ്. ഈ ഒരു വണ്ടിക്കകത്ത് എന്താണ് സാധനം ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി എടുത്തുകൊണ്ട് കൊടുത്താൽ മാത്രം മതി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെന്തായാലും ഒരു ക്യാരവാൻ ടൈപ്പ് ഒരു വണ്ടിയൊക്കെയാണ് കേസ്. ക്യാരവാൻ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ കണ്ടോ സോളാർ ലൈറ്റൊക്കെ തന്നെ ഇരിപ്പുണ്ട്, സോളാർ പാനലൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് നേരെ എന്ത് ചെയ്യാം, മാഡി മദ്രാസയുടെ മാൻഷനിലേക്ക് തന്നെ കൊണ്ടുപോകാം, ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ബെന്നിയുടെ ബെൻസ് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു സൈഡിൽ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒതുക്കി ഇട്ടിരിക്കുകയാണ്. ആ ഒരു വണ്ടി എന്തായാലും അവിടെ ചെന്ന് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ബെന്നിക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ് കേസ് ആ ഒരു വണ്ടിയൊക്കെ. നമ്മുടെ മാഡി മദ്രാസയുടെ ഫാം ഹൗസിലേക്ക് ഈ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു ടാക്സിയോ എന്തെങ്കിലും എടുത്തിട്ട് പോവേണ്ടി വരും. നമുക്ക് എന്തായാലും നേരെ അവിടെ ചെന്നിട്ട് ആ ഒരു വണ്ടി എടുക്കണം. പോലീസുകാർ കാണാതെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. കാരണം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡിലാണ് നമ്മൾ ആ ഒരു ബെൻസിൻ്റെ കാറൊക്കെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിരിക്കുന്നത്. കാരണം പോലീസുകാർ എന്തായാലും നമ്മൾ നോട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും ചെന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല.
അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സി എടുത്തിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബേക്കിൽ കൂടെ വല്ലതൊക്കെ കയറാൻ പറ്റുമോ നോക്കി നോക്കണം. ആ ഒരു കാർ എന്തായാലും അവിടെ നിന്ന് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ബെന്നി ഇല്ലെങ്കിൽ നാളെ വേറെ വണ്ടിയൊന്നും നമുക്ക് തരത്തില്ല. ആ ഒരു വണ്ടി കൊണ്ടുവന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെസാർട്ട് മാൻഷനിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ ബെന്നിക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഡെസാർട്ട് മാൻഷനിൽ നമ്മുടെ വണ്ടികളെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ മാലിബു മാൻഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം നമ്മൾ മാലിബു മാൻഷനിലൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മാട്ടി മദ്രാസിയുടെ ഫാം ഹൗസിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് അകത്തേക്ക് കയറ്റാം. ഇതുവരെ നമ്മുടെ പോലീസൊന്നും ചേസ് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എസ്കേപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടെ മാട്ടി മദ്രാസ് ഉണ്ടോ എന്ന് അറിയില്ല. വണ്ടി എന്തായാലും നമുക്ക് അകത്തേക്ക് കയറ്റാം. ഈ ഒരു വണ്ടിയൊക്കെ ഇതിനകത്ത് വളഞ്ഞ് കയറുമോ എന്നറിയില്ല. ഓക്കെ, ഇവിടെ നിന്ന് എന്തായാലും വളഞ്ഞ് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വളഞ്ഞ് കയറുമോ എന്ന് ഡൗട്ടാണ് കേസ്. എന്തായാലും വളഞ്ഞ് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഈ വണ്ടിക്ക് നല്ല നീളം കൂടുതലാണ് കേസ്. അതുകൊണ്ട് ഇവിടെ ഒരു കാർ കിടപ്പുണ്ട്. ഈ കാറിൽ തട്ടാതെയൊക്കെ വേണം നമുക്ക് അകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇടാം. കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ റോഡിൽ നിന്ന് പോകുമ്പോൾ പോലീസുകാർ വല്ല ഈ ഒരു വണ്ടി കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരേണ്ട. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബാക്ക് സൈഡിലോട്ടൊക്കെ തന്നെ കൊണ്ടുവന്ന് ഇടാം. ഓക്കെ, ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇതിലൊന്നും തട്ടാതെ വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ മരത്തിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേസ്. അപ്പോൾ വണ്ടിക്ക് ഏറെ തട്ടലും മുട്ടലും പറ്റിയാലൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും മാട്ടി മദ്രാസ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. പുള്ളിക്കാരെ ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ വണ്ടിയൊന്നും ഇവിടെ കാണുന്നില്ല കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഫോൺ എടുത്തിട്ട് പുള്ളിക്കാരനൊന്ന് വിളിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ തന്നെ ചോദിച്ചു നോക്കാം. വണ്ടി എന്തായാലും നമ്മൾ സേഫായിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മാട്ടി മദ്രാസ് ഒന്ന് വിളിച്ചിട്ട് അടുത്ത പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഹായ് സാർ, ഞാൻ ഫ്രാങ്ക്ലിനാണ്. ഇപ്പോൾ വണ്ടി ട്രക്ക് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഫാം ഹൗസിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ? ഫ്രാങ്ക്ലിൻ ഫ്രണ്ടിൽ ഒരു കാർ കിടപ്പുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വണ്ടി എടുത്തിട്ട് ഫ്രാങ്ക്ലിൻ നേരെ എന്തായാലും വിട്ടോ. യേസ്, നമ്മുടെ അടുത്ത് ഈ ഒരു കാർ എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാട്ടി മദ്രാസ്. എന്തായാലും പൂട്ടൊക്കെ പൊളിച്ചിട്ടാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും കുഴപ്പമില്ല യേസ്. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ബെൻസ് എടുക്കാനൊക്കെ ആയിട്ട് പോകണം. യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ്